ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മീൻ കറി വെക്കാനുള്ള പുറപ്പാടിയിലേക്കാണ് ഞാൻ. ഇപ്പുറത്തതാ നമ്മുടെ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അരി ഊറ്റാള വെള്ളം, വേപ്പില, ഇന്നലത്തെ പഴങ്കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു കടച്ചക്ക ഉപ്പേരിയാണ്, കടച്ചക്ക മസാല കറിയാണ് വെക്കാവുന്നത്. വെണ്ടക്കായ ഉപ്പേരി, പിന്നെ നമ്മൾ എന്താ പറയുക, കടച്ചക്ക നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഫിഷും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീൻ കറിയൊക്കെ സെറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം ഉള്ളി വെറുതെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ എങ്കിലാണ്, അല്ലെങ്കിൽ മീൻ കറിയിൽ ഉള്ളി കടിക്കുന്നത് അത്ര സുഖമുള്ള, പച്ചക്കറി വെക്കുമ്പോൾ ഉള്ളി കടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. തക്കാളി നമ്മൾ കയ്പക്കായ മീൻ കറി വെക്കുമ്പോൾ എനിക്ക് അതിലത്തെ ഉള്ളിയൊക്കെ കടിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഉള്ളി അധികം കടിക്കുമ്പോൾ സുഖം ഉണ്ടാവും. മീൻ കറിയിലും നല്ല മൂത്ത് വരുന്നുണ്ട്. ഞാൻ തീയൊക്കെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ചട്ടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊടി കയറണ പോലെയുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും മീൻ കറി ഉണ്ടാക്കുക. നമ്മൾ കഴുകി എടുത്തേക്ക് അപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ കഴുകി ചട്ടികളൊക്കെ തുടച്ച് അതുമേ എണ്ണ തേച്ച് വെക്കണം അല്ലേ. ആരെ കൊണ്ട് സാധിക്കണം ഈ പണികൾ, ഇരട്ടിപ്പണി. നല്ല ഒത്തിരി സമയമല്ലേ വേണ്ടു. ഇനി അങ്ങനെ ഒന്ന് ശ്രമിക്കണം. നന്നായി തുടച്ചിട്ട് വൃത്തിയാക്കി വെച്ച് എണ്ണ തേച്ച് വെക്കണം. അത് ഇവരുടെ അമ്മ മീൻ കറി വെച്ചിരുന്നതാണ്. ഇവരുടെയൊക്കെ സമയത്ത്, അപ്പോൾ അമ്മയുടെ സമയത്ത് അമ്മ മീൻ കറി ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈ ചട്ടി സൂക്ഷിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പോൾ പണ്ടത്തെ ചട്ടി ആയതുകൊണ്ട് കുറച്ച് കാലം നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പറ്റില്ലല്ലോ, നശിപ്പിക്കണ്ടല്ലോ. വേറെ കുറേ ചട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഞങ്ങൾക്ക് മീനൊക്കെ ഇട്ട് സെറ്റാക്കാം. അപ്പം അത്യാവശ്യം നല്ല പോലെ മുളകൊക്കെ ഇങ്ങനെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നാളികേരം ചെരുകി നല്ല ചുമ വന്നു. നാളികേരം ഇങ്ങോട്ട് അരച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ട് ശരിയാക്കാം കേട്ടോ. നാളികേരം ഒഴിച്ചിട്ടുള്ള കറി ആയതുകൊണ്ട് ഇത്തിരി വെള്ളത്തോടു കൂടി ചട്ടിയിലും കൂടി വെക്കുന്നത് കൊണ്ട് വെള്ളം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വെള്ളം ഇങ്ങനെ തിളച്ച് വരിക, ചട്ടി നല്ലപോലെ ചൂടാവണുണ്ട്. അതൊക്കെ ആയിരിക്കും നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നല്ലപോലെ മീൻ ചട്ടി ഇങ്ങനെ ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം. ചട്ടി ഇങ്ങനെ ചൂടാവുന്നതനുസരിച്ച് ചെറുതാക്കി വെച്ച് എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണ്ടേ കേട്ടോ. മീൻ ഇത്തിരി ആവിയൊക്കെ വരുമ്പോഴേ നല്ലതാ. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇതാക്കട്ടെ. ഭയങ്കരമായിട്ട് ചട്ടി ചൂടാവുന്നുണ്ട്. നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വാളമീൻ കറിയാണ്. അപ്പോൾ വാളമീൻ എപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട്. വാളമീൻ കറി ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഏട്ടാ, അത് കടലാണോ? കായൽ വാള കേട്ടോ. കടൽ വാള എനിക്ക് ഇഷ്ടം, നല്ലത്. വാള കായൽ വളർത്തു സാധനല്ല, കായല. ചിലപ്പോ ഒരു വളർത്ത് മീൻ വരുന്നുണ്ടല്ലോ. പണ്ട് ബ്രാലൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പാടത്തു നിന്നൊക്കെ പിള്ളേരല്ല വലിയ ആൾക്കാരെ അച്ഛൻ അതൊക്കെ മേടിച്ചു വെക്കും. എന്നിട്ട് ഞങ്ങളൊരു വലിയ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. വെള്ളമൊക്കെ മൺപാത്രം തന്നെയല്ലേ, എന്തോ ഒരു പാത്രത്തില് കല അലുമിനിയം കലത്തില് ഒരു ചുളുങ്ങിയും പറഞ്ഞു. എന്നിട്ട് ആ കലത്തിന്ന് മീൻ പിടിച്ചു വെച്ചിട്ട് അത് ഞങ്ങൾ ഇങ്ങനെ ആവശ്യത്തിന് എടുക്കും. തല വലുതാവുന്നിട്ട് അമ്മ അങ്ങനെ കല്ലുമ വെച്ച് വെണ്ണൂറൊക്കെ ഇട്ടിട്ടാണ് അന്ന്
ഒരച്ചൊരച്ചൊക്കെ കഴുകും, എന്നിട്ട് കറി വയ്ക്കും. മിക്കവാറും ദിവസം ഞങ്ങൾക്ക് ബ്രാല് കറിയായിരിക്കും. പിന്നെ ഞാൻ പാടുള്ളത് കൊണ്ട് ഞവിഞ്ഞി ഇഷ്ടംപോലെ ഞവിഞ്ഞി കിട്ടും. ഞവിഞ്ഞി കൊതിയാണ് ഇപ്പൊ അതൊക്കെ കഴിക്കാൻ. ഞങ്ങൾക്ക് അന്ന് പാടും കാര്യങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് കേട്ടോ, അമ്മൂമ്മ പറയാറില്ല, ലാലൂര് ഒരു ദിവസം അവിടെ പോയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യണേ. അപ്പൊ അവിടെ പാടത്ത് നിന്ന് ഞവിഞ്ഞു കൊണ്ടുവരും, ഞവിഞ്ഞു കൂട്ടാൻ. പിന്നെ കുഞ്ഞു കുഞ്ഞു കരിപ്പൊടി, പിന്നെ ആരൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ആരൽ എന്നാണ് ഞങ്ങൾ പറയാ. ഒരു മഞ്ഞ ഒരു മീനുണ്ട്, ഒരു നീളത്തിലുള്ളത്. അത് ഭയങ്കര ടേസ്റ്റ്, നല്ല വിലയായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കറി കഴിക്കാൻ. അപ്പൊ കുറെ മേടിച്ചിട്ട്, ഇപ്പൊ നമ്മുടെ വീട്ടില് പാടുള്ളത് കൊണ്ട് അമ്മൂമ്മ അങ്ങനെ ചവിട്ടുമ്പോഴൊക്കെ കിട്ടും. അപ്പൊ കരിപ്പൊടി, കുഞ്ഞു കുഞ്ഞു കറുത്ത മീനുകൾ, ഇതിന് വെല്ലുതൊക്കെ ഉണ്ടാവും കരിപ്പൊടി, അമ്മ ചട്ടുമ്പോ കിട്ടുമ്പോ ചെറിയന്ന്. അപ്പൊ അത് പറക്കിയിട്ട് ഓരോ അമ്മൂമ്മ ഒരു കലം കൊണ്ടുപോയിട്ടുണ്ടാവും, കലത്തിൽ ഇങ്ങനെ ഇട്ട് വരും. എന്നിട്ട് ഞങ്ങള് ചായയും ചോറൊക്കെ കൊണ്ടു ചെല്ലുമ്പോ അത് ഇങ്ങനെ ആ ഒരു മൂടിയുള്ള പാത്രത്തിൽ ഇട്ടിട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊഴുമ്പോ പിടിക്കുമ്പോ ഇങ്ങനെ കിട്ടുന്നോണ്ട് ഓടി പോകും നിലത്തേക്ക് ഇടുമ്പോ. നല്ല കൊമ്പൊക്കെ ഉള്ള സാധനങ്ങള്, ബ്രാല്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോ നമുക്ക് പഴയ കാലത്തിലേക്കൊക്കെ പോവാൻ തോന്നും. പിന്നെ പഠിക്കണ നേരത്ത് തല്ലുകൊള്ളുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ കുറുമ്പൊക്കെ എപ്പോഴും അടി കൊള്ളുന്ന ഒരു കാര്യം. പണ്ട് നമ്മളെപ്പോഴും അടിക്കുന്ന ഒരു സമയമല്ല, അതുകൊണ്ട് എനിക്ക് ചെറുപ്പകാലം ഇഷ്ടമില്ലാത്തത്, സ്കൂളിൽ പോകാനൊന്നും ഇഷ്ടമില്ലാത്ത. പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ചെറുപ്പകാലത്തേക്ക് പോകാൻ തോന്നും. ഇതോടെ ഇരുന്ന് തിളക്കട്ടെ. ോ മീൻകറിയൊക്കെ നല്ല പോലെ തിളച്ച് മറഞ്ഞ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു മീൻകറിയും സെറ്റായി. മീൻ കൂട്ടം വെന്ത് കഴിഞ്ഞാൽ ഒന്ന് കാച്ചിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താഘോഷം അല്ലേ. ഇത് ഒരു മീൻ കൂട്ടം സെറ്റാവില്ല. എപ്പോഴും മീൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും ഒന്ന് കാച്ചിയിടണം. അപ്പോഴാണ് ആ മീൻ കൂട്ടാൻ്റെ സ്വാദം അങ്ങോട്ട് പ്രഭാപൂരിതമാകും. ശ്രദ്ധിക്കണേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലാതെ വാരികോരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. ഓ പൊട്ടിത്തെറിക്കണം. നോക്കിനി ഇത് കാച്ചിടാറായി, ഒന്ന് സെറ്റായിക്കോട്ടെ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, എന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു സ്വാദ്. എനിക്കിഷ്ടം മണമായി ആ ഒരു മണം. എന്നിട്ട് ഇത് ചട്ടി അങ്ങ് മൂടി വയ്ക്കണം. കാച്ചിടട്ടെ കേട്ടോ. മീൻ കൂട്ട സെറ്റായി, റെഡിയായി. അങ്ങനെ വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല. ഇതാണ് കേട്ടോ മീൻ കറി. അപ്പം അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ്സ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.